ചോദ്യങ്ങൾ ഉന്നയിച്ച് തോൽപ്പിക്കാമെന്ന് കരുതണ്ട. എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോയിക്കൊള്ളണം. തമ്പുരാക്കന്മാർ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും എന്റെ മോനില്ലാതെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവില്ല. ആറ്റുനോറ്റെനിക്ക് പിറന്നവന് എത്ര കാലം ഞാൻ കാത്തിരുന്നു, എത്ര കാലം ഞാൻ കാണാതിരുന്നു. അവസാനം ആ പഠനെ കണ്ടെത്തിയപ്പോഴാ ഞാൻ എല്ലാം അറിഞ്ഞത്. ഒരമ്മയുടെ വേദന നിങ്ങൾക്കറിയില്ല. സ്വന്തം മകൻ അംഗീകരിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് കൊണ്ടുപോകാനോ കൂടെ നിർത്താനോ പറ്റില്ല. അവനിപ്പോ എന്താ എന്നെ നിഷേധിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താ കേൾക്കട്ടെ? അവനെ വളർത്തിയിരുന്ന ആളുകൾ അവന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തീരെ ചെറുതായിരിക്കുമ്പോ തന്നെ അവൻ അവരോട് പറഞ്ഞിരുന്നു, വലുതായിട്ട് ഏതെങ്കിലും കൊട്ടാരത്തിലെ രാജകുമാരിയെ മംഗലം കഴിച്ച് ജീവിക്കണമെന്ന്. അതുവഴി ആ രാജ്യത്തിന്റെ അധികാരി ആവണമെന്ന്. ശിവ ശിവ, ഈ ഉദ്ദേശം വെച്ചിട്ടാണോ ഇയാളെ കൊണ്ട് വന്നത്? സംശയം എന്താ? ഒരുപക്ഷെ ഇവർ വന്നില്ലായിരുന്നെങ്കിൽ അത് തന്നെ സംഭവിക്കുമായിരുന്നില്ലേ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞില്ലേ തമ്പുരാനെ, ഇവർ ഈ പറഞ്ഞ കഥകൾ തമ്പുരാനെ അറിയിക്കുക, ദേശം ഒരു ചതിയിൽ പെടരുതെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുക. നിങ്ങൾ പേടിക്കണ്ട, ഇതിപ്പോൾ തന്നെ ഞാൻ തമ്പുരാന്റെ ചെവിയിൽ എത്തിക്കുന്നുണ്ട്. അനർഹമായത് ആഗ്രഹിച്ചെത്തിയ ഗായകന് അർഹമായ ശിക്ഷയും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്റെ മോനെ ശിക്ഷിക്കരുത്. അവനെ എന്റെ കൂടെ അയച്ചാൽ മാത്രം മതി തമ്പുരാനെ. ആർക്കും ശല്യമില്ലാതെ ഞങ്ങൾ എവിടേക്കെങ്കിലും ഓടിപ്പൊയ്ക്കോളാം. ഇനി എല്ലാം തമ്പുരാന്റെ നിശ്ചയം പോലെ വരും. പഠിച്ച കള്ളനാണ് തമ്പുരാൻ അയാൾ. കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമാണ് പോലും കൊട്ടാരക്കെട്ടിലെ തമ്പുരാട്ടി വിവാഹം കഴിക്കണമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹവും മനസ്സിൽ വെച്ച് നടക്കുന്നവൻ എത്ര വല്ല അഭ്യാസവും കാണിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ അന്ധനായി പോയതല്ല, അന്ധനായി നടിച്ചതാണോ എന്നുകൂടി എനിക്ക് സംശയമുണ്ട്. അനാവശ്യമായ സംശയം എന്തിനാണ് അങ്ങേക്ക്? സംശയിക്കണം തമ്പുരാൻ. ആ ഒരു സഹതാപത്തിന്റെ പേരിലാണല്ലോ അങ്ങയുടെ മനസ്സിലും അങ്ങയുടെ അനുജത്തിയുടെ ഉള്ളിലും അയാൾ ഇത്രയും സ്ഥാനമാനങ്ങൾ നേടിയെടുത്തത്. എന്തായാലും ഈ സ്ത്രീ ഇപ്പൊ വന്നത് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണെന്നേ ഞാൻ പറയും. ഒരുപക്ഷെ പഞ്ചമിയുടെയും അയാളുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അവർ വന്നതെങ്കിലോ ആ നാണക്കേട് എങ്ങനെ തുടച്ചു മാറ്റാൻ പറ്റും? ഞാനൊരു മാർഗം പറഞ്ഞു തന്നാൽ അങ്ങത് അനുസരിക്കുമോ? എന്താണ്, പറയൂ. ഒന്നുകിൽ തേടി വന്ന ആ അമ്മയെയും ഗായകനെയും ആരുമറിയാതെ വധിക്കുക, അല്ലെങ്കിൽ രാഖി രാമാനം നാടുകടത്തുക. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടാവാനാവാത്ത വിധം. അയാളെ വധിക്കുന്നതോടൊപ്പം നമ്മുടെ അനുജത്തിയുടെ മനസ്സിനെയും വധിക്കേണ്ടി വരില്ലേ? വേണ്ടി വന്നാൽ അതും ചെയ്യണം തമ്പുരാൻ. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കേണ്ട ചുമതല തമ്പുരാനുള്ളതാണ്. ആ ആചാരം തെറ്റിയാൽ പ്രജകൾ ചിലപ്പോ ഒന്നിനും മടിച്ചെന്ന് വരില്ല. നമുക്കൊന്നും അറിയണ്ട, എല്ലാം അങ്ങ് നോക്കിക്കോളൂ എന്നൊരു വാക്ക് തമ്പുരാൻ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാ മതി. ഈ രാത്രിക്കപ്പുറം പിന്നെ ഒന്നും അവശേഷിക്കില്ല. നാം വധശിക്ഷയ്ക്ക് വിധിക്കുമെന്നൊന്നും പേടിക്കണ്ട. അങ്ങനെ ഒരു ക്രൂരതയൊന്നും ഏട്ടൻ തമ്പുരാന്റെ മനസ്സിൽ വരില്ല. ആചാരങ്ങൾ പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അനുജത്തി ആഗ്രഹിച്ചത് ആചാരത്തിന് വിരുദ്ധമാണെങ്കിൽ നമുക്ക് ആ ആഗ്രഹം ഇല്ലാതാക്കേണ്ടി വരും. നാം പറഞ്ഞ വാക്കും. തിരുമേനി, സങ്കടങ്ങൾ ഉണർത്തിക്കാൻ വേണ്ടി മാത്രമല്ല, മനസ്സിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനും കൂടിയാണ് നാം ഈ നടയിൽ എന്നും കൈകൂപ്പി നിൽക്കുന്നത്. എല്ലാം നേരെയാകുമല്ലേ? അങ്ങീ മഹാശക്തിയിൽ വിശ്വസിക്കൂ. ആദ്യം ഒരു ഇരുട്ടുണ്ടായാലും ഒടുവിൽ അമ്മ വെളിച്ചം തന്നിരിക്കും. എന്താണ്, എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണർത്തിക്കാനുണ്ടോ? അനാചാരങ്ങൾക്ക് ശിക്ഷ വിധിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. പക്ഷേ അങ്ങതിന് മടിക്കുന്നതിന് പല കഥകളും ആളുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്.
അനുജത്തിക്കുട്ടിയുടെ പ്രണയത്തിന് തമ്പുരാൻ കൂട്ടുനിൽക്കുന്നത് ന്യായമാണെന്ന് വാദിക്കുമ്പോഴും അതിന്റെ പേരിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിയെ മറികടക്കുന്നത് അന്യായമാണെന്നാണ് ജനസംസാരം. പ്രജകളുടെ മനസ്സിലുള്ള സംശയം മാറ്റണം തമ്പുരാൻ. തമ്പുരാന്റെ ഉറച്ച നിലപാടിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. കള്ളം പറയുകയും ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കുകയും ചെയ്ത ആദ്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ പ്രജകളുടെ നാവടപ്പിക്കാൻ പറ്റൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളെ നാം മാനിക്കുന്നു. ഈ കാര്യത്തിൽ പ്രജകൾക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ട കാര്യവുമില്ല. നാടുവാഴി എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മുടെ പ്രഥമ പരിഗണന ദേശമംഗലത്തിന് തന്നെയായിരിക്കും. ദേശമംഗലത്ത് നീതി നടപ്പാക്കപ്പെടും. അക്കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. പക്ഷെ തിടുക്കപ്പെട്ടെടുക്കുന്ന ഒരു തീരുമാനം നീതിയെ ബാധിക്കാൻ പാടില്ലെന്ന് നമുക്ക് നിർബന്ധവുമുണ്ട്. അക്കാര്യത്തിൽ പുരോഹിതന്മാർ നമ്മോട് സഹകരിക്കണം. ഞങ്ങൾ എന്നും അങ്ങയുടെ കൂടെ തന്നെ ഉണ്ട് തമ്പുരാൻ. അങ്ങയുടെ നീതിബോധത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. തീരുമാനം വൈകില്ല, അത് നമ്മുടെ ഉറപ്പാണ്. നിങ്ങൾ ചെല്ലൂ. അമ്മേ ഭഗവതി, ഈ വിഷമസന്ധിയിൽ എന്നോടൊപ്പം ഉണ്ടാകണേ ദേവി. അമ്മേ ഭഗവതി. മോനെ, അമ്മയെല്ലാം തിരിച്ചറിഞ്ഞത് വളരെ വൈകിയായി പോയി. കണ്ണടയ്ക്കുന്നതിന് മുൻപ് ഒരു തവണ പോലും എന്റെ മോനെ കാണാൻ പറ്റുമെന്ന് കരുതിയില്ല. പക്ഷേ ദൈവം എന്റെ മുന്നിൽ അയാളെ എത്തിച്ചു. എന്നിട്ടും നിന്നെ തേടി കണ്ടുപിടിച്ചില്ലെങ്കില് അമ്മ എന്തിനാ കുഞ്ഞെ പിന്നെ ജീവിച്ചിരിക്കുന്നത്? ഒരു വട്ടം എന്നെ അമ്മയെന്ന് വിളിച്ചൂടെ? തമ്പുരാൻ വിശ്വസിക്കുന്നില്ല, തമ്പുരാട്ടി കുട്ടിയും വിശ്വസിക്കുന്നില്ല. എന്റെ മോനെങ്കിലും അമ്മയെ പരീക്ഷിക്കരുത്. മുതിർന്ന ഒരു സ്ത്രീയെ അമ്മയെന്ന് വിളിക്കുന്നതാണ് ഏറ്റവും നല്ല ആചാരം. ആ നിലയ്ക്ക് ഞാൻ നിങ്ങളെ അമ്മയെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ എന്റെ ജന്മത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്ന കഥ, അത് സത്യമാണ് മോനെ. അമ്മ പറയുന്നതൊക്കെ സത്യമാണ്. വിശ്വസിക്കും മോനെ. ഞാനിപ്പോ ദേശമംഗലത്തിന്റെ അതിഥിയാണ്. നഷ്ടപ്പെട്ട കാഴ്ച പോലും തിരിച്ചു തന്നത് ദേശമംഗലത്തമ്മയാണ്. ആ ശക്തി തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും എന്റെ മുൻപോട്ടുള്ള ജീവിതം. പരാതി തമ്പുരാനെ അറിയിച്ചിട്ടുണ്ടല്ലോ. തമ്പുരാന്റെ തീരുമാനം വരട്ടെ. ലോകം അറിയുന്നവനല്ലേ എന്റെ മോൻ. അമ്മയുടെ വേദന എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ എന്റെ മോൻ എടുത്തോ. എനിക്കൊന്നും വേണ്ട. എന്നെ കൂട്ടിക്കൊണ്ടു പോകാനും ഈ അമ്മ ഉദ്ദേശിക്കുന്നില്ല. അമ്മയെ എല്ലാവരും പരിഹസിക്കാതിരിക്കാൻ വേണ്ടി ഒരു വട്ടം മാത്രം ഇതെന്റെ അമ്മയാണെന്ന് പറഞ്ഞാ മതി. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്തായി കാണിക്കുന്നത്? എഴുന്നേൽക്കൂ. എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. നിങ്ങളുടെ മകനായി പോയതുകൊണ്ട് എനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയവും എനിക്കില്ല. പെറ്റമ്മയെക്കുറിച്ച് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ആരാണ് എനിക്ക് ജന്മം തന്നതെന്ന് പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ പോകുന്നു. മോനെ നിൽക്കൂ. എന്നെ പിന്തുടരരുത്. ഞാൻ ഒരിടത്തേക്കും പോകില്ല. ഞാൻ പറഞ്ഞ സത്യം ബോധ്യപ്പെടും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. മഹാലക്ഷ്മി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഹരിപ്രിയ നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ സിന്ദൂരാരുണകാന്തിമബ്ജവസതി
സൗന്ദര്യവാരാനിധി കോടീരാംഗത ഹാരകുണ്ടലകടി സൂത്രാദിഭിർഭൂഷിത ഹസ്താബ്ജൈർവസുപാത്രമബ്ജയുഗളാദർശൗ വഹന്തി പരാ മാവീതാ പരിചാരികാഭിരനിശം ധ്യായേത് പ്രിയാ ശാർഗിണാ. പഞ്ചമി, എന്തിനീ രാത്രി ഇവിടെ? എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തൊരു ശക്തിയാണെന്നോ അങ്ങയുടെ സ്വരത്തിന്. ഇവിടേക്ക് എങ്ങനെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. എന്റെ ജന്മം തന്നെ സംശയിക്കപ്പെടുന്നതാണ്. ഈ രാത്രിയിൽ തമ്പുരാട്ടി എന്റെ അടുത്ത് നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എന്നെ പിരിയാൻ അങ്ങേക്ക് പറ്റുമോ? പറയൂ. തേടി വന്ന അമ്മയുടെ പേരിൽ, ജന്മത്തിന്റെ പേരിൽ എന്നെ പിരിയണമെന്നൊരാവശ്യം വന്നാൽ അതിന് സാധിക്കുമോ അങ്ങേക്കൊണ്ട്? ഇല്ല. പലതും മറക്കാൻ ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. ദേശമംഗലം കടന്നാലോന്ന് വരെ ആലോചിച്ചു. മുൻപോട്ട് ചുവടുകൾ വെക്കാനാവുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? കാത്തു നിൽക്കണം. എനിക്ക് വേണ്ടി കാത്തു നിൽക്കണം. നമ്മുടെ പ്രണയത്തിന് വേണ്ടി കാത്തു നിൽക്കണം. എല്ലാം തെളിയും വരെ അങ്ങ് ഇവിടെ തന്നെ ഉണ്ടാവണം. എന്നെ കല്ലെറിഞ്ഞോടിക്കാനും ആളുകളുണ്ട്. ചിലപ്പോ ആചാരലംഘനത്തിന് വധശിക്ഷയുമുണ്ട്. ഇല്ല, അങ്ങനെ ഒരു വിധിക്ക് ഞാൻ അങ്ങേ വിട്ടുകൊടുക്കില്ല. ഒരു വിചാരണയും അങ്ങേക്കെതിരായി നടക്കില്ല. ജീവിതത്തിൽ തടസ്സങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നാട് വിട്ടുള്ള അലച്ചിലിൽ, വീരശൈവ പുഷ്പം തേടിയുള്ള യാത്രയിൽ അതെല്ലാം ശുഭമായില്ലേ? അതുപോലെ എനിക്കും അങ്ങേക്കുമായി നല്ലൊരു പുലരി ഉണ്ടാകും. പഞ്ചമി, ദേശമംഗലത്തമ്മ ശ്രീ പാർവതി ദേവി തന്നെയാണ്. മുക്കണ്ണനായ ഭഗവാനെ പ്രണയത്തിന്റെ മഹാസാഗരത്തിൽ ആറാടിച്ച ദേവി പാർവതി. പരസ്പര സ്നേഹത്തിന്റെ വില അമ്മയ്ക്കറിയാം. നമ്മളെ ഒരിക്കലും വേർപിരിക്കില്ല, അത് ഉറപ്പ്. ശിവ ശിവ, കഷ്ടം. കുലവും ജാതിയും തീരുമാനമാകാത്ത ഒരുവനോട് പാതിരാത്രി സല്ലാപത്തിന് ഇറങ്ങിയതാണോ ഈ തമ്പുരാട്ടിക്കുട്ടി? ഇതിനേക്കാളും വലിയ ആചാരലംഘനം വേറെ ഉണ്ടോ? ഇത് ദേശമംഗലം പ്രജകളെ മുഴുവൻ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? ആചാരലംഘനം കൊട്ടാരത്തിൽ നിന്നായാലും അതനുവദിക്കാൻ പറ്റില്ലല്ലോ. അരുത്. ഇദ്ദേഹം പാടുന്നത് കേട്ട് ഞാനാണ് ഇറങ്ങി വന്നത്. ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തണ്ട. കുറ്റമാരുടേതാണെന്ന് തീരുമാനിക്കേണ്ടത് തമ്പുരാനല്ലേ? തമ്പുരാൻ വരട്ടെ. ദേശമംഗലത്തിന് വീണ്ടും കുരുതി കൊടുക്കാൻ തയ്യാറാവുകയാണോ തമ്പുരാൻ? അങ്ങയുടെ അനുജത്തിയത് മഹാ അപരാധം കണ്ടില്ലേ? ഞങ്ങൾ നോക്കുമ്പോ തമ്പുരാട്ടിക്കുട്ടി ഇയാളും കൈകോർത്ത് പിടിച്ച് നിൽക്കുകയാണ് തമ്പുരാൻ. ഒരു നീചജാതിക്കാരന്റെ കൈകളിലാണ് തൊട്ടതെങ്കിൽ അതിന്റെ അശുദ്ധം തമ്പുരാട്ടിക്കുട്ടി തീരില്ലല്ലോ. ആ ദോഷം ദേശമംഗലത്തെ ബാധിക്കുമല്ലോ. ഈ ആദിത്യനെ തുറുങ്കിലടയ്ക്കണം. നാളെ ആദിത്യന്റെ വിചാരണ. വിചാരണയിൽ സംഭവിക്കുന്നത് എന്തായാലും അത് ഈ ദേശത്തിന്റെ വിധിയാണ്. കൊണ്ടുപോകൂ.
ഏട്ടൻ തമ്പുരാൻ. ബന്ധനത്തിന്റെ കാര്യത്തിൽ, വിചാരണയുടെ കാര്യത്തിൽ മാറ്റമില്ല. ഇത് ദേശമംഗലം തമ്പുരാന്റെ കൽപ്പനയാണ്. ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലാത്തിനും യുക്തമായൊരു തീരുമാനമുണ്ടാകും. അതുവരെ ക്ഷമിക്കാമല്ലോ അല്ലേ? തമ്പുരാൻ നീണാൽ വാഴട്ടെ. ഏട്ടൻ തമ്പുരാൻ. തെറ്റ്. കൊട്ടാരത്തിൽ നിന്നും പഞ്ചമി ഇറങ്ങിയതും തെറ്റ്. ഇങ്ങനൊരവസ്ഥയിൽ നമ്മെ കൊണ്ടുവന്ന് എത്തിച്ചതും തെറ്റ്. പൊറുക്കണം. മനസ്സിനെ നിയന്ത്രിക്കാനാവാതെ വന്നപ്പോൾ. ദേശത്തിന്റെ തമ്പുരാട്ടിക്ക് മനോനില തെറ്റാൻ പാടില്ല. ഇവിടെ അനുജത്തിയുടെ ആഗ്രഹങ്ങൾ മാനിക്കാൻ എനിക്കാവില്ല. പ്രജകളുടെ ആവശ്യത്തിനാണ് തമ്പുരാന്റെ മുൻഗണന. പൊറുക്കുക. യോഗിനിയമ്മേ, ആദിത്യനെ തുറങ്കലിലടച്ചു. വിചാരണയ്ക്ക് തീരുമാനവുമായി. തുറങ്കലിൽ അടയ്ക്കാൻ കാരണമെന്താ? ഇന്നലെ രാത്രിയിൽ അദ്ദേഹം പാടുന്നത് കേട്ടപ്പോൾ അറിയാതെ ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ക്ഷേത്രത്തിന് മുന്നിൽ അദ്ദേഹം ഇരുന്ന് പാടുന്നിടത്തെത്തി. അത് കണ്ട പുരോഹിതന്മാർ ജ്യേഷ്ഠൻ തമ്പുരാനെ കൊണ്ട് ആദിത്യനെ തുറങ്കലിൽ അടപ്പിച്ചു. പ്രണയം കൈവെള്ളിയിലെ ജലം പോലെയല്ല, കാട്ടാറിലെ കുത്തൊഴുക്ക് പോലെയാണ്. അത് ചിലയിടത്ത് മന്ദഗതിയിൽ ഒഴുകും, ചിലയിടത്ത് കുലം കുത്തി പായും. ചില വലിയ മലകൾ അവയെ തടയും, ചില നേരത്ത് അത് കലങ്ങി കറുത്തുപോകും. ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. യോഗിനിയമ്മ ഒന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തെ തടവറയിൽ നിന്നും രക്ഷിക്കാൻ പറ്റില്ലേ? വിചാരണ നടത്തുന്നത് കൊണ്ട് എന്താണ് തടസ്സം? നോക്കൂ, എല്ലാവരും അദ്ദേഹത്തിനെതിരാണ്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്, ഞങ്ങളെ വേർപിരിക്കാൻ. പാർവതി പരമേശ്വരന്മാരെ വേർപിരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഭഗവാൻ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും വേർപിരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കണ്ണനിൽ നിന്നും രാധയെ അടർത്തി മാറ്റാൻ സാധിക്കുമോ? ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ നിന്നിൽ നിന്നും ആദിത്യനെ അടർത്തി മാറ്റാൻ ആർക്കും സാധിക്കില്ല. ആശങ്ക കളയൂ. വിചാരണ നടക്കട്ടെ, സത്യം വെളിവാകട്ടെ. അശുഭങ്ങളൊന്നും സംഭവിക്കില്ല. തമ്പുരാൻ, ശ്വാസം അവസാനിക്കും വരെ ആചാരങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നീതിമാനായ അങ്ങ് അത് നടപ്പിലാക്കുക തന്നെ വേണം. തമ്പുരാൻ, ആദിത്യൻ എന്ന ഈ ഗായകൻ ഇവിടെ എത്തിയതിന്റെ കാരണം തന്നെ ഇവിടെ എല്ലാവർക്കും വ്യക്തമാണ്. ദേശപ്രസന്നനായി വന്നു നിന്നപ്പോ നമ്മൾ എല്ലാവരും തോറ്റുപോയി എന്നുള്ളതാണ് വാസ്തവം. ആദിത്യനുള്ള ശിക്ഷ എന്താണെന്ന് അങ്ങ് വിധിക്കണം. ആദിത്യൻ, നാടാകെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ കേട്ടുകാണുമല്ലോ. ഈ നിൽക്കുന്ന മുത്തമ്മ നിങ്ങളുടെ അമ്മയാണെന്നാണ് അവകാശപ്പെടുന്നത്. ഭടനും ഭാര്യയും എടുത്തു വളർത്തിയെന്ന് മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരാൾക്ക് ജന്മം തന്ന അമ്മയെ കാണുമ്പോ സന്തോഷം തോന്നില്ലേ? അതെന്തുകൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? മുത്തമ്മയുടെ മകനാണെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കെട്ടിലെ തമ്പുരാട്ടിയെ പാണിഗ്രഹണം ചെയ്യാൻ പറ്റില്ലല്ലോ ഇവന്. അത് വ്യക്തമായി അറിയാം ഈ പെരുങ്കള്ളൻ. ഈ സ്ത്രീ പറയുന്ന പ്രകാരം ആദിത്യൻ ഈ സ്ത്രീക്ക് ജനിച്ചവനാണെങ്കിൽ ഒന്നുകിൽ സ്വന്തം അമ്മയെ കൂട്ടി ഈ നാട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ ജീവിതം അവസാനിക്കും വരെ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വരും. തമ്പുരാൻ, ഞാൻ സ്വന്തം അമ്മ ആരാന്നറിയാത്തവനാണ്. പക്ഷേ ഈ അമ്മ അടുത്തു വരുമ്പോ എന്റെ ഹൃദയത്തിൽ ഒരനക്കം ഉണ്ടാവണ്ടേ? അമ്മയുടെ സ്വരം കേൾക്കുമ്പോ, ഗന്ധമറിയുമ്പോ അത് സത്യമാണെന്ന തോന്നൽ എനിക്കുണ്ടാവണ്ടേ? അതിതുവരെ എനിക്കുണ്ടായിട്ടില്ല തമ്പുരാൻ.
ഇത് വളരെ വിചിത്രമാണ് തമ്പുരാൻ. സ്വന്തം അമ്മ അടുത്തു വരുമ്പോ പ്രത്യേകതരം ഗന്ധം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ബുദ്ധിക്ക് നിരക്കുന്നതാണോ? കള്ളത്തരം അല്ലാതെന്താ? മുത്തമ്മേ, നിങ്ങൾ പറഞ്ഞതൊന്നും തെളിവില്ലാതെ നിഷേധിക്കാൻ നാം ഒരുക്കമല്ല. പക്ഷേ ആദിത്യൻ നിങ്ങളുടെ മകനാണെന്ന് തെളിവ് വേണമല്ലോ. എന്താണ് നിങ്ങളുടെ തെളിവ്? കേൾക്കട്ടെ. കൈക്കുഞ്ഞായിരിക്കുമ്പോ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ ലക്ഷണങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അവനെ വളർത്തി വലുതാക്കിയവർ അത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞു. എന്നാൽ അവരെ വിളിച്ചുകൊണ്ടുവരും. ദേശാടനത്തിന് പോകുന്നതിന് മുൻപാണ് അവരെന്നെ കണ്ടതും ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞതും. അത് പക്ഷേ വിശ്വസനീയമായൊരു തെളിവല്ലല്ലോ മുത്തമ്മേ. മറ്റെന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. എന്റെ കുഞ്ഞിന്റെ മുതുകില് ഒരു കറുത്ത പാടുണ്ടായിരുന്നു. അതിന് ശംഖിന്റെ ആകൃതിയായിരുന്നു. പ്രസവിച്ചു കിടക്കുമ്പോ അയൽപ്പക്കക്കാര് അത് നോക്കി അഭിപ്രായം പറഞ്ഞത് ഓർക്കുന്നു. അങ്ങനെയുള്ളൊരു പാട് ആദിത്യന്റെ ദേഹത്തുണ്ടോ? ഇല്ല തമ്പുരാൻ, ഇതൊക്കെ ഇല്ലാവചനങ്ങളാണ്. അമ്മയാണെന്ന് പറയുന്ന അവകാശം നിസ്സാരമല്ല. നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. ആദിത്യന്റെ മുതുകൊന്ന് പരിശോധിക്കൂ. ഉത്തരവ് തമ്പുരാൻ. തമ്പുരാൻ, ഈ സ്ത്രീ പറഞ്ഞതുപോലെ ഒരു മറുക് ഇയാളുടെ മുതുകത്തുണ്ട്. മുത്തമ്മ പറഞ്ഞതുപോലെ ശംഖിന്റെ ആകൃതിയിലുള്ള മറുക്. ഇനിയൊരു തെളിവിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടൻ തമ്പുരാൻ, ഇത് അമ്മയും മകനും തമ്മിലുള്ള തർക്കമാണ്. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി അമ്മയെ ഉപേക്ഷിക്കാൻ ഇയാൾ തയ്യാറാണെങ്കിൽ ഇയാൾ ശിക്ഷാവിധിക്ക് അർഹനാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അമ്മയും കൂട്ടി പോകാം. ഇല്ല തമ്പുരാൻ, ഇത് ചതിയാണ്. അമ്മയെ തള്ളി പറയുന്നവനല്ല ഞാൻ. പക്ഷേ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഈ അമ്മ എന്റെ പെറ്റമ്മയാണെന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. അഹങ്കാരമാണ് തമ്പുരാൻ. ഇനി ഒന്നും നോക്കണ്ട, ശിക്ഷാവിധി പ്രഖ്യാപിക്കണം. കാരാഗ്രഹമെങ്കിൽ കാരാഗ്രഹം, കൊലമരമെങ്കിൽ കൊലമരം. വിധി നാം പറയാം.